ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹബീബ്. ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഹൈപ്പും പ്രതീക്ഷയോടെ കാത്തിരുന്ന ടോക്സിക് എന്ന് പറഞ്ഞ മൂവി. യാഷിൻ്റെ KGF സീരീസിന് ശേഷം അടുത്ത വരുന്ന മൂവി ഗീതു മോഹൻദാസാണ് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു യാഷിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ബർത്ത്ഡേ പീക്ക് എന്നും പറഞ്ഞ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് അത് റിയാക്ഷൻ ചെയ്യാം, അതിന് ശേഷം ബാക്കി സംസാരിക്കാം. സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്. ഗീതു മോഹൻദാസിൻ്റെ ഇങ്ങനെ ഒരു ടൈപ്പ് മേക്കിംഗ് പ്രതീക്ഷിച്ചില്ല. പടം ഇതിന് ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയതാണോ അതോ പടത്തിന് ഇങ്ങനെയാണോ? എന്ത് സംഭവം അറിയോ? ഇല്ല, അത് ഉറപ്പില്ല. അത് എന്താ പുറത്തുവിട്ടുണ്ടായാലും എന്താ ഡീറ്റെയിൽസ് എന്താ? അതിലൊരു കോഡ് റൂം ഡ്രാമയൊന്നും കേട്ടായിരുന്നു സിനിമ കുറച്ചാളുണ്ട്. അത് ഉറപ്പാണെന്ന്. പക്ഷെ അതില് ടോക്സിക്കിന്റെ അടിയില് ടൈറ്റിന്റെ അടിയിലായിട്ട് ഫെയറി ടെയിൽ എന്നും പറഞ്ഞ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോർട്ട് റൂം ഡ്രാമ ആവാൻ ചാൻസ് കുറവാ എനിക്ക് തോന്നുന്നു. അതൊരു ആടാണെന്ന് തോന്നണം. പക്ഷെ ആക്ഷൻ ഡ്രാമ എന്നാണ് ടാഗ് ലൈനൊക്കെ കണ്ടത്. പടത്തിന്റെ ജേണർ എന്താന്നുള്ള കണ്ടത്. എന്തായാലും സ്നീക്ക് പീക്ക് ഇറക്കിയ പോലെ അല്ല, ഇത് ഗ്ലിംസ് ഇറക്കിയത് നൈസായിട്ടുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. സെറ്റ് സാധനം, ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ചെയ്ത് ഭയങ്കര സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഗീതു മോഹൻദാസിന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു സാധാ ക്ലാസ് മൂവി ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ പടങ്ങളാണ് ചെയ്തെടുക്കുന്നത് മുമ്പൊക്കെ. പിന്നെ ഇതിന് പറ്റിയ ടീം ഒന്നിക്കുമ്പോൾ അത് ചിലപ്പോൾ ഗീതു മോഹൻദാസിന് ഇത് ഇങ്ങനെയല്ല, അത് ഏത് ഡയറക്ടർ ഉണ്ടായാലും വെറൈറ്റി സാധനങ്ങൾ വരാം അല്ലേ? പ്രതീക്ഷിക്കാൻ പറ്റില്ല. വന്ന ടീം എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കുമല്ലോ പടത്തിൻ്റെത്. ഇത് മാസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിരിക്കുമല്ലോ, അല്ല ആക്ഷൻ ഇതിലായിരിക്കും എന്ന് തോന്നണം കണ്ടിട്ട്. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അല്ലേ? ബാക്കി കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുമ്പോഴാണ് അറിയുള്ളൂ. പിന്നെ കൂടുതൽ കാസ്റ്റിൽ ആരൊക്കെ ഉള്ളതെന്നും അധികം ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പാടില്ല. യാഷ് അല്ലാണ്ട് പ്രത്യേകിച്ച്. പിന്നെ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ കാസ്റ്റ് കാണിക്കുന്നുണ്ട്, ശരിയാണെന്ന് അറിയില്ല. കിയാര അദ്വാനി, പിന്നെ നവാസുദ്ദീൻ സിദ്ദീഖി, അങ്ങനെ കുറച്ച് പേരൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നയൻതാരാന്ന് കണ്ടു. അതൊക്കെ ശരിയാണോ അറിയില്ല. ലാംഗ്വേജ് കന്നഡ തന്നെ ആയിരിക്കുള്ളൂ. യാഷിൻ്റെ അവിടെ വന്നു മെയിനായിട്ട് കന്നഡ ആയിരിക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഭാഷയിൽ ഡബ് ചെയ്തായിരിക്കുമല്ലോ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രതീക്ഷ നൽകുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പം എന്തായാലും ബാക്കി അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം.